ഇറാനെതിരെ യുഎൻ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഗ്ചി. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാന് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. വെള്ളിയാഴ്ച ജനീവയിൽ ഇറാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ലിസ്ബണിൽ സംസാരിക്കുകയായിരുന്നു അറാഗ്ചി. 1950കളിൽ ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ശാസ്ത്രീയ പര്യവേഷണത്തിന് വേണ്ടിയായിരുന്നു. 1970ൽ ആണവ പ്രവർത്തനങ്ങൾ IAEA പരിശോധനയ്ക്ക് വിധേയമാക്കി ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടി അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ 1979ലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെതിരെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. 2015ലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അറാഗ്ചി രംഗത്തെത്തിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാഗ്ചിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചിരുന്നു. അതിനിടെ ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള റഷ്യ നടത്തുന്നതും ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്ത് കൂടി പറക്കാൻ പോലും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പോർവിമാനങ്ങൾക്ക് കഴിയുകയില്ല. അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടി എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായ റിപ്പോർട്ടുകൾ റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് തള്ളിക്കളയുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്ഷനുകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ മധ്യദൂര, ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത്. ഇങ്ങനെയൊരു തീരുമാനത്തിൽ റഷ്യയെ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണെന്ന് തുറന്നു പറയാനും സെർജി റിയാബ്കോവ് തയ്യാറായിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള 1998ലെ ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുന്നുണ്ട്. ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തത് കൊണ്ടാണ് ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷണ ഘട്ടത്തിലെ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ലോകത്തിനു ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങളുള്ളത്. സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്ത് കാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ ശ്രമിക്കുന്നത്. റഷ്യയുടെ അയൽ രാജ്യങ്ങളെ, അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമായിരുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്നതാണ് ഇവരുടെ നയം. ഇതുപോലെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ലെന്നതും നാം ഓർക്കണം. ഈ 32 രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും സംശയമുണ്ട്. ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾ റഷ്യക്കെതിരെ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത്. നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ, അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 കൂട്ടായ്മയേക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ.
ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നു വന്നിട്ടുമുണ്ട്. ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാകണമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ്. അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട്. റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തിക ചേരിയുടെ തുടക്കമായാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യ തൽക്കാലം നിഷ്പക്ഷ നിലപാട് തുടരാനാണ് സാധ്യതയെങ്കിലും അമേരിക്കയുടെ ശത്രുക്കളായ മറ്റു പല രാജ്യങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുമെന്ന കാര്യം ഉറപ്പാണ്. ചൈനയുടെ താൽപര്യം എന്നും അമേരിക്കയ്ക്ക് എതിരായതിനാൽ റഷ്യയ്ക്കൊപ്പം ആ രാജ്യവും ഉറച്ചു നിൽക്കും. അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും റഷ്യയുടെ സൈനിക താവളം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.